Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The medium of internet is described as A. Restricted possibility, B. Unimpressive theology, C. Universalist, D. Redemptive, and E. Electronic assembly. നമുക്ക് ഇവിടെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇന്റർനെറ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസാണ് വരിക? റെസ്ട്രിക്റ്റഡ് പോസിബിലിറ്റി ആണോ? അതുണ്ടായിരിക്കില്ല അല്ലെ. അൺഇംപ്രസീവ് തിയോളജി അല്ല, യൂണിവേഴ്സലിസ്റ്റ് ആണ്. അതുപോലെ റിഡംപ്റ്റീവ്, പിന്നെ ഇലക്ട്രോണിക് അസംബ്ലി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഡി ആൻഡ് ഇ ആണ്. ഓക്കെ, ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ആർ ആബ്സെൻസ് ഓഫ് സബ്മീഡിയ, മൾട്ടി ഡാറ്റ നെറ്റ്വർക്കിംഗ്, ഹൈ ഫിഡിലിറ്റി റിയലിസം, സോഫിസ്റ്റിക്കേറ്റഡ് റെസിപ്രോസിറ്റി, നോൺ ഇന്ററാക്റ്റീവ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ്. സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ജസ്റ്റ് നമുക്ക് മീനിങ് മാത്രം നോക്കാം. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എനേബിൾസ് യു ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ ഓവർ ദ വെബ്. സോ ഓവർ ദ വെബ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ എനി ഫോം സച്ച് ആസ് മെസ്സേജസ്, വോയിസ്, വീഡിയോ കോൾസ് എക്സെട്ര. The biggest reason people are shifting towards this technology for communication is cost saving. മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ആളുകൾ ചൂസ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കോസ്റ്റ് സേവിങ്സ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. There are several applications over the web that allow app-to-app, click-to-call, and app-to-phone call services without imposing any calling charge for web interaction facility. WhatsApp, Skype, Google Meet, and Messenger are some of the most popular applications that allow users easier access to communication services. Internet communication services not only benefit users but also help businesses to communicate with overseas customers at the most cost-efficient price. അല്ലേ, നമ്മളെപ്പോലുള്ള സാധാ യൂസേഴ്സിന് മാത്രമല്ല ബിസിനസ്സുകളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ കോർപ്പറേഷൻസ് ഹാവ് അഗ്രീഡ് ദാറ്റ് ദേ ഡിപ്പെൻഡ് ഓൺ ദി ഇന്റർനെറ്റ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദെയർ സർവീസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കൊടുത്തുന്നേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്നാണ്. സോ ആബ്സെൻസ് ഓഫ് സബ് മീഡിയ, മൾട്ടി ഡാറ്റ നെറ്റ്വർക്കിംഗ്, ഹൈ ഫിഡിലിറ്റി റിയലിസം, സോഫിസ്റ്റിക്കേറ്റഡ് റെസിപ്രോസിറ്റി ആൻഡ് നോൺ ഇന്ററാക്റ്റീവ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ അല്ല എന്നുള്ളത് നോക്കിയാലും നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ആബ്സെൻസ് ഓഫ് സബ് മീഡിയ എന്തായാലും വരില്ല. അതുപോലെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഇന്ററാക്റ്റീവും ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ബാക്കി പിന്നെ ബി, സി, ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ആണുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2, അതായത് ബി, സി, ഡി ഓൺലി ആണ്. ഓക്കെ, സോ നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ജസ്റ്ററൽ കമ്മ്യൂണിക്കേഷൻ ഓവർ ദ ഇന്റർനെറ്റ് ഈസ് ദ യൂസ് ഓഫ്. അപ്പോൾ ഈ ജസ്റ്ററൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയുന്നതാണ് അല്ലെ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ജസ്റ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനെറ്റിൽ ജസ്റ്ററൽ കമ്മ്യൂണിക്കേഷൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്, ബി ഇൻഫോഗ്രാഫിക്സ്, സി ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഡി എന്ന് പറയുന്ന അനോണിമസ് അറ്റാച്ച്മെന്റ്സ്. ഏതാ നമുക്കറിയാം, ഓപ്ഷൻ എ ആണ്, ഇമോഷൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർനെറ്റ് പോർട്ടൽസ് വർക്ക്. എ സിമിലർ ടു ഫോക്ക് എന്റർടൈനർ, സിമിലർ ടു മാഗസീൻസ് വിത്ത് ലാർജർ സർക്കുലേഷൻ, similar to TV network, same as sites of notified course material, same as the user's home page. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് ഇന്റർനെറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇന്റർനെറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സോ ഇന്റർനെറ്റ് പോർട്ടൽ, it is also known as web portal, is an online platform that consolidates information from various sources into a cohesive user interface. ഇന്റർനെറ്റ് പോർട്ടൽ തന്നെയാണ് വെബ് പോർട്ടൽ എന്ന് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അതായത് ഇതിൽ വാരിയസ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർനെറ്റ് പോർട്ടൽ ഓർ വെബ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ സ്പെഷ്യലി ഡിസൈൻ വെബ്സൈറ്റ് that brings together diverse information, resources and services, providing users with a single point of access to a variety of tools and content.
Unlike standard websites, web portals are designed to offer a more tailored experience. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ ഹെൽത്ത് കെയർ പോർട്ടൽ ഫോർ എ ക്ലിനിക്. ഒരു ക്ലിനിക്കിന്റെ ഹെൽത്ത് കെയർ പോർട്ടൽ എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഒരു ഇന്റർനെറ്റ് പോർട്ടലിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. It's a real convenience for patients and doctors. Patients can book visit, check their health records, and even chat with doctors online. For doctors, it's a seamless way to manage patients' information and appointments. Everything health related is just a click away, simplifying the whole healthcare experience. ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഹെൽത്ത് കെയർ പോർട്ടലാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത് ഡോക്ടേഴ്സിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇന്റർനെറ്റ് പോർട്ടൽ. അത് വെബ് പോർട്ടൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്റർനെറ്റ് പോർട്ടൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് സിമിലർ ടു എ ഫോക്ക് ഇന്നർ ആണോ? അതല്ല. സിമിലർ ടു മാഗസീൻസ് വിത്ത് ലാർജ് സർക്കുലേഷൻസ് അതാണ്. സിമിലർ ടു എ TV നെറ്റ്വർക്ക് ആണ്. സെയിം ആസ് സൈറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് കോഴ്സ് മെറ്റീരിയൽ, സെയിം ആസ് എ യൂസേഴ്സ് ഹോം പേജ്. അപ്പോൾ ഏതൊക്കെ ആൻസർ ആയിട്ട് വരുന്നത്? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒഴികെ ബാക്കിയെല്ലാം B, C, D and E ആണ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, B, C, D and E ഓൺലി എന്നുള്ളത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വെബ് കോൺഫറൻസിങ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് വെബ് കോൺഫറൻസിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വെബ് കോൺഫറൻസിങ് എന്ന് നോക്കാം. സോ വെബ് കോൺഫറൻസിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഹോൾഡിംഗ് റിയൽ ടൈം ഓൺലൈൻ മീറ്റിംഗ്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് പലതരം വെബ് കോൺഫറൻസിങ്ങിനെ പറ്റിയിട്ട്. അതൊരു റിയൽ ടൈമിൽ നടക്കുന്ന ഓൺലൈൻ മീറ്റിംഗ്സ് ആണ്. Okay, various conferencing softwares, solutions and services for audio, video conferencing, instant messaging, digital whiteboarding, desktop and screen sharing, etc. may be deployed depending on the use case at hand. Beyond internal company meetings, web conferences may also be used for live events, webinars, presentations, trainings and customer support. As long as all participants have a stable internet connection, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ. വെബ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും എന്ത് വേണം? സ്റ്റേബിൾ ആയിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. വെബ് കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ ക്യാൻ കണക്ട് ദം ടു ദ സെഷൻ ഫ്രം വെർച്വലി എനി ലൊക്കേഷൻ ആൻഡ് ഡിവൈസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വെബ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥലത്തിലും ഏതൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പല പല ലൊക്കേഷൻ ആണെങ്കിലും ഈ ഒരു വെബ് കോൺഫറൻസിംഗിൽ നെറ്റിന്റെ സഹായത്തോടു കൂടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വെബ് കോൺഫറൻസ് അറ്റൻഡീസ് may join and participate from their PCs, Macs, mobile devices or a standard-based video conferencing system. Modern web conferencing software ultimately makes it easier to collaborate in real time, leading to superior internal and external communication. ഇതാണ് വെബ് കോൺഫറൻസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വെബ് കോൺഫറൻസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നതാണ് ഇറ്റ് യൂസസ് ദ ഇന്റർനെറ്റ് to permit conferencing to take place. correct ആണ് അല്ലേ. ബി പറയുന്നത് multiple computers are used with the system all connected over the internet. അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. delegates cannot leave the conference once they join. അത് തെറ്റാണ് അല്ലേ. it is carried out in real time. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് A, B and D, അതായത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് കമ്മ്യൂണിക്കേഷനിലെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ലേണേഴ്സ്.